ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരത്താതെയും ഫില്ലിങ് പൊട്ടിപ്പോകാതെയും പെർഫെക്റ്റായിട്ട് ആലു പറാത്ത തയ്യാറാക്കുന്ന രീതി ഒന്ന് കാണാം. ആദ്യം തന്നെ ആലു പറാത്തയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഫില്ലിംഗ് തയ്യാറാക്കിയാൽ ആ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. ഇപ്പോൾ മാവൊക്കെ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള സ്റ്റഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ആ സവാളയിലേക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം ഉലുവയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കിഴങ്ങായതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം അയമോദകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അവസാനമായി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മറ്റൊരു രീതിയിലും സ്റ്റഫ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എണ്ണയിലൊന്നും വഴറ്റാതെ ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങിയെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് അതിലേക്ക് മിക്സ് ചെയ്തും സ്റ്റഫ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പറാത്തയ്ക്കുള്ള മാവ് എടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ബാക്കി ഭാഗം പറാത്തയുടെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഈ സമയം പറാത്ത ചുട്ടെടുക്കാനുള്ള തവ കൂടി ചൂടാക്കിയേക്കണം. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോയിട്ടില്ല. ഇനി നമുക്കിതെടുത്ത് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. ഒരു ഭാഗം റെഡിയാകുമ്പോഴേക്കും നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യോ ബട്ടറോ ഓയിലോ എന്താ വേണമെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കളർ വന്നിട്ട് ചെറുതായി പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിത് തവയിൽ നിന്നങ്ങ് മാറ്റാം. ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കാം. മസാല വെച്ചതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതേപോലെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രമേ എല്ലായിടത്തും മസാല ഒരുപോലെ എത്തുകയുള്ളൂ. പ്ലേറ്റ് വെച്ചതിന് ശേഷം പതിയെ മാത്രമേ പ്രസ് ചെയ്ത് കൊടുക്കാവൂ. ഈ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറാത്ത പൊട്ടിപ്പോവുകയുമില്ല. അതുപോലെ പരത്തിയെടുക്കുന്നതിനേക്കാളും നല്ല തിന്നായിട്ടുള്ള പറാത്ത നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പിച്ചി നോക്കാം. കണ്ടില്ലേ, മസാലയൊക്കെ എല്ലായിടത്തും സ്പ്രെഡായിട്ട് നല്ല അറയായിട്ട് തിരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആലു പറാത്തയാണ്. ഇനി ആലു പറാത്ത തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.